ഹായ് ഗൈസ്, നമ്മൾ ബ്രൂസൽസിലെ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നു. അപ്പം നമ്മൾ അതിന്റെ പാർട്ട് 1 മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് പാർട്ട് 2 അല്ലെങ്കിൽ ഫൈനൽ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. പാർക്കിന്റെ പേര് കണ്ടുപിടിച്ചു ഗൈസ്, ജുബൽ പാർക്ക്. ബാക്കി മേളിൽ എന്താ എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഫ്രഞ്ചാണ്, ഫ്രഞ്ച്. ഇനി അതും കൂടി പഠിക്കാൻ എന്നെ കൊണ്ട് വയ്യ കേട്ടോ, അതുകൊണ്ടാണ് ചെല്ലുവാണ് കേട്ടോ. അവിടെ നമ്മളൊരു ശില്പം കണ്ടില്ലേ, അതുപോലെ. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഇതുപോലെയുള്ള ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പല സ്ഥലത്തും ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്കിവിടെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. ഞാൻ വെറുതെ പറയല്ല, എന്തോ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവരിങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ബെർലിനിലുള്ള ബ്രാഡൻബുർക്ക് ടോറും ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഈ മരം കണ്ടോ, ഈ മരം ആ ഒരു ടോറിനെ മറച്ച് കളഞ്ഞു ഇവിടുന്ന്. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് നല്ലപോലെ എടുക്കാം കേട്ടോ. നോക്കിയാൽ നമ്മൾ ആ മരത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത ആ ടോറ് കാണാൻ പറ്റും. ഇപ്പം ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും പല സൈഡുകളിലും പലതും ഉണ്ട്. ഞാനിങ്ങനെ നേരെ ആ ടൂറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലക്ഷ്യം ആ ടൂറാണ്. നല്ല കാമായിട്ടുള്ള സ്ഥലം കേട്ടോ. കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്തോ ഭയങ്കര സമാധാനം പോലെ ഈ സ്ഥലം കാണുമ്പോൾ. ഗൈസ്, ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ഒരു മ്യൂസിയമാണെന്ന് തോന്നുന്നു. എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രഞ്ചിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ട്രാൻസ്ലേഷനൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കാനുള്ള സമയം കുറവുകൊണ്ട് മാത്രം അത് മ്യൂസിയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിതിൻ്റെ അടുത്തെത്തി കേട്ടോ. മുഴുവൻ പൂക്കളാണ്, തുളിപ്സാണ് കേട്ടോ. എന്തൊക്കെ വെറൈറ്റി കളേഴ്സാണെന്ന് നോക്കിയേ. കളർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സ് എങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും രസമാണ് കേട്ടോ ഈ തുളിപ്സ് കാണാനായിട്ട്. ഇതുണ്ട്, ഈ വൈറ്റ് തുളിപ്സൊക്കെ നന്നായിട്ട് വിരിഞ്ഞു. പക്ഷേ ഇവനാണ് അടിപൊളി. ണ്ടോ, അതിൽ മിക്സിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കളർ എന്ത് കളറാണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ശരിക്കും കുറേ സ്ഥലങ്ങളിലായിട്ട് അവിടെ ഉണ്ട് കേട്ടോ തുളിപ്സിൻ്റെ. ഇത് കണ്ടില്ലേ, അതൊരു തുളിപ്സിൻ്റെ ഗാർഡനാണ്, കുഞ്ഞ ഗാർഡൻ. അത് അപ്പുറത്ത് കാണുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവർ വട്ടത്തിന് ഗാർഡൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഭയങ്കര കാമായിട്ട് ഒരു ടീഷർട്ടൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വെരി നൈസ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തെത്തി കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ സുപ്രീം കോടതിയുടെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ടല്ലേ. കണ്ട ഈ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഓരോ കോർണറുകളിലും
എനിക്ക് തോന്നുന്നു ഇവരുടെ എന്തെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇവർ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ എഴുതി വെച്ചിട്ടുണ്ട് ദി മൊണുമെൻറ്റ് ഈസ് ഇൻ 1905. ഇത് ബാക്കി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഫ്രഞ്ചാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മുടെ വന്ന വഴി കാണാം കേട്ടോ. അയ്യോ, വന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പം ഇവിടുന്ന് ആ സിറ്റിയുടെ അങ്ങേ അറ്റം വരെയും കാണാം നല്ല വ്യക്തമായിട്ട്. സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവരുടെ ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുമ്പം ഇഷ്ടപ്പെടും. എല്ലാ യൂറോപ്യൻ കൺട്രീസും ഏകദേശം ഒരേപോലെ ആണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്ലൈറ്റ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളങ്ങനെ ആ ഒരു വാതിലിൻ്റെ അകത്തേക്ക് കടന്നിങ്ങനെ നടന്ന് വന്ന് അതിൻ്റെ അതേ അപ്പുറത്തെ സൈഡെത്തി. അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള ബിൽഡിങ്സിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ.